നല്ല സമയങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോഴും നമുക്ക് സുഖകരമായ അനുഭവങ്ങൾ പ്രദാനം ചെയ്യും. ദോഷ സമയങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഫലം കിട്ടാതെയും പോകും. അപ്പം മുഹൂർത്തം ജ്യോതിഷത്തിലൊരു പ്രധാനപ്പെട്ട വിഭാഗമാണ്. നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം. വാസ്തു മുഹൂർത്തത്തെക്കുറിച്ചും 10ാം ഉദയത്തെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. വാസ്തു എന്ന് പറയുന്നത് ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേവതാ സങ്കല്പമാണ്. അപ്പോൾ ഓരോ വസ്തുവിനും ഓരോ വാസ്തു ഉണ്ട്. അപ്പോൾ നമുക്കതങ്ങനെ ഓരോ വസ്തുവിലും ഓരോ വാസ്തു, മൊത്തത്തിൽ ഒരു വാസ്തുവല്ലേ ഉള്ളൂ എന്നൊരു സംശയം എല്ലാവർക്കും ഉദിക്കും. അപ്പം നമുക്ക് 10 പാത്രത്തിൽ നമ്മൾ വെള്ളം കോരി വച്ചിട്ട് 10 പാത്രത്തിൽ നോക്കിയാലും 10 പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് 10 പാത്രത്തിൽ നോക്കിയാൽ 10 ചന്ദ്രനെ നമുക്ക് കാണാം. ചന്ദ്രൻ ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ 10 പാത്രത്തിലെ ചന്ദ്രൻ ഏതാണ്? അതേപോലെ ഒരു സാധനമേ ഉള്ളെങ്കിലും ഓരോ വസ്തുവിനും ഓരോ വാസ്തുവാണ് ഉള്ളത്. വാസ്തുദേവൻ്റെ അനുഗ്രഹ കടാക്ഷങ്ങൾ ഉള്ള ഭൂമിയിൽ വസിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ്. അപ്പോൾ വാസ്തു എന്ന് പറയുന്നത് ഓരോ മാസത്തിൽ ഉദിക്കും. അങ്ങനെ 12 മലയാള മാസങ്ങൾ നമുക്കുണ്ട്. അത് മേടമാസത്തിലും ഇടവ മാസത്തിലും വാസ്തുമുഹൂർത്തമുണ്ട്. കർക്കിടകത്തിലും ചിങ്ങത്തിലും വാസ്തുമുഹൂർത്തമുണ്ട്. തുലാത്തിലും വൃശ്ചികത്തിലും വാസ്തുമുഹൂർത്തമുണ്ട്. മകരത്തിലും കുംഭത്തിലും വാസ്തുമുഹൂർത്തമുണ്ട്. വാസ്തു മേടമാസം 10ാം തീയതി ഉദിക്കും. 5 നാഴികയ്ക്കാണ് അത് ഉദിക്കുന്നതെന്നാണ്. 5 നാഴിക എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. 2.5 നാഴികയാണ് 1 മണിക്കൂർ, 2.5 വിനാഴികയാണ് നമുക്ക് 1 മിനിറ്റ്. അപ്പോൾ 5 നാഴികയ്ക്ക് ഉണർന്നിരുന്ന മൊത്തം 3.25 നാഴിക ആണ് വാസ്തു ഉണർന്നിരിക്കുന്നത്. അത് 3.25 നാഴികയും നമുക്ക് ഈ ഗ്രഹാരംഭ പ്രവേശനത്തിന് ശോഭനമല്ല. കാരണം ആദ്യത്തെ 3/4 നാഴിക 18 മിനിറ്റ് വാസ്തു എണീറ്റ് പല്ലിയേക്കും, ദന്ത ശോധന നടത്തും. അത് കഴിഞ്ഞാൽ പല്ല് തേച്ച് കഴിഞ്ഞാൽ പിന്നെ സ്നാനം 3.25 നാഴികയിൽ 3/4 നാഴിക കുളിയാണ്, 3/4 നാഴിക ജപമാണ്, 3/4 നാഴിക ആഹാരം കഴിക്കും, 3/4 നാഴിക വെറ്റിലയും പാക്കും കഴിക്കുന്ന താമ്പൂല ധാരണ മുഹൂർത്തമാണ്. അത് ഈ ആഹാരം കഴിക്കുന്ന സമയവും താമ്പൂല ധാരണം ചെയ്യുന്ന സമയവും 3/4 നാഴികയും 3/4 നാഴികയും 1.5 നാഴിക ആണ് ഏറ്റവും ശോഭനമായ മുഹൂർത്തം. അങ്ങനെ ഈ വാസ്തു മുഹൂർത്തത്തിൽ ചെയ്യുന്ന വാസ്തു സംബന്ധമായ എല്ലാ ഗ്രഹ നിർമ്മാണ കാര്യങ്ങളും ഗ്രഹപ്രവേശന കർമാദികളും ഒക്കെ ഐശ്വര്യവത്താണ്. അപ്പോൾ ഈ സൂര്യൻ ഭൂമധ്യരേഖയിൽ വരുന്ന ഘട്ടമാണ് ഈ മേടം 10 എന്ന് പറയുന്നത്, 10ാം ഉദയം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രഹങ്ങളുടെ ഗതിവിഗതികൾ കൊണ്ട് അത് മേടം 10 എന്നുള്ളത് മീനം 28 25 ഒക്കെ പറയുന്ന കുറച്ച് മുൻകൂട്ടിയാണ് ഈ ഘട്ടം വരുന്നതെന്നാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് സൂര്യനെ നേരെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യ ഉദിക്കുന്നത് കറക്റ്റ് കിഴക്കേ ദിക്കിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കി വാസ്തു മുഹൂർത്തത്തിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളെല്ലാം നല്ലതാണ്. വാസ്തു പൂജ നടത്തി ഗ്രഹനിർമ്മാണം നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ വാസ്തുവിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കൊണ്ട് വീട്ടിനും ഗ്രഹത്തിലുള്ള മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകും. അപ്പോൾ മേടം 10 ഏറ്റവും പ്രസിദ്ധമാണെങ്കിലും ഇടവത്തിലും അതേപോലെ കർക്കിടക മാസം 5 മാസമാണ് വീട് വയ്ക്കാൻ കൊള്ളാമോ എന്ന് പലവരും ചോദിക്കുമെങ്കിലും കർക്കിടക മാസത്തിലും വാസ്തു മുഹൂർത്തമുണ്ട്, ചിങ്ങമാസത്തിലും ഉണ്ട്. കോൺമാസവും കർക്കട കൃത്തികാർത്തേ മേടം മൃഗം തൗലി കുജാർക്കവാരം 4 കരം വേദ ദിനങ്ങളെല്ലാം ദേശുവം ഈ വണ്ണമെല്ലാം കുടിപൂവതിന് വർജങ്കടം കർക്കടക കന്നിമാസം ഉരപ്പുരയ്ക്കും കുളവും തൊഴുത്തും വെൽപ്പാനുമാങ്കോണിൽ വരുന്ന മാസം.
അങ്ങനെ കോൺമാസം എന്ന് വെച്ചാൽ മിഥുനമാസം, കന്നിമാസം, ധനുമാസം, മീനമാസം പഴയകാലത്ത് ഗൃഹനിർമ്മാണ പ്രവർത്തനത്തിൽ എടുക്കൂല. അപ്പോൾ ഈ പറയുന്ന കോൺമാസം അല്ലാത്തത് കൊണ്ടാണ് കർക്കിടക മാസവും വാസ്തുമുഹൂർത്തം സ്വീകരിക്കാവുന്നത്. മേടം, മൃഗം, തൗലി, കുജാർക്കവാരം, മേടരാശി, തൗലി തുലാരാശി, മകരരാശി, കർക്കിടക രാശി മുഹൂർത്തങ്ങളും കുജ അർക്കവാരെ, കുജന്റെയും അർക്കന്റെയും വാരങ്ങൾ, കുജവാരം ചൊവ്വാഴ്ചയും അർക്കവാരം സൂര്യവാരമാണ്, ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച ഗ്രഹത്തിൽ ഇപ്പോൾ പാല് കാച്ചുന്നുണ്ട്, കല്ലിടുന്നുണ്ട്, നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് എല്ലാം കൊള്ളാം. പക്ഷെ എങ്കിലും മുഹൂർത്ത ശാസ്ത്രത്തിൽ ഞായറാഴ്ചയും വർജ്യം എന്നാണ് പറയണം. ഈ ഓല കെട്ടുന്ന വീടുകളൊക്കെ പഴയ കാലത്തുണ്ട് ധാരാളം. ഇപ്പോഴാണ് അത് കുറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ ഞായറാഴ്ച ഓല കെട്ടിനെടുക്കൂല, വീട് തീ പിടിച്ചു പോകുമെന്നാണ് അതിൻ്റെ ഒരു രീതി, അതിൻ്റെ ഒരു സങ്കല്പം, വിചാരം, വിശ്വാസം. മേടം, മൃഗം, തൗലി, കുജ അർക്കവാരം, കുജന്റെയും അർക്കന്റെയും വാരം, 4 കരൺ വേദദിനങ്ങളെല്ലാം 4 പാവഗ്രഹങ്ങൾ നിൽക്കുന്ന സമയവും ഗൃഹേ അശുഭം, ഗൃഹനിർമ്മാണത്തിനും പാലുയാച്ചിനും ഒക്കെ ദോഷമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മുഹൂർത്തശാസ്ത്രം അനുസരിച്ച് വാസ്തുമുഹൂർത്തം നമുക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതികളും ഉണ്ടാക്കി തരുന്നതാണ്. അപ്പം മുഹൂർത്തത്തിന് എല്ലാ കാര്യത്തിനും മുഹൂർത്തം നമ്മൾ നോക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഈ സുഖദുഃഖകരം കർമ്മം ശുഭാശുഭ മുഹൂർത്തജം ജന്മാന്തരെ തൽക്കുരിയാൽ ഫലം തസ്യ അന്യ അഭിവാ എന്നാണ്. അപ്പം സുഖ ദുഃഖങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ നമ്മൾ നല്ല സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ സുഖത്തിനും, ദോഷ സമയങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ദുഃഖത്തിലേക്കും വഴിതെളിക്കുമെന്നാണ്. അപ്പോൾ ഈ ഭയങ്കര വെയിലത്ത് നമ്മളൊരു കർഷകനായിട്ട് ഒരു വാഴ നട്ടാൽ ചിലപ്പോൾ അതിന് വെള്ളം കോരി അതിനെ സംരക്ഷിച്ച് നിലനിർത്തിയില്ലെങ്കിൽ അത് നശിച്ചു പോകും. അതേസമയം മഴയത്താണ് നമ്മൾ വാഴ നടണമെങ്കിൽ അത് കൊണ്ടൊന്നും ഒന്നും ചെയ്തില്ലെങ്കിലും ചെറിയൊരു കുഴി എടുത്താലും ഇല്ലെങ്കിലും അവിടെ വച്ചിരുന്നാൽ അത് തഴച്ച് വളർന്ന് നോക്ക് നല്ല വാഴ കൊല കിട്ടുന്നത് പോലെയാണ്. നല്ല സമയങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോഴും നമുക്ക് സുഖകരമായ അനുഭവങ്ങൾ പ്രദാനം ചെയ്യും. ദോഷ സമയങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഫലം കിട്ടാതെയും പോകും. അപ്പം മുഹൂർത്തം ജ്യോതിഷത്തിലൊരു പ്രധാനപ്പെട്ട വിഭാഗമാണ്. അപ്പോൾ ആ മുഹൂർത്ത കാര്യങ്ങൾ അനുസരിച്ച് ചെയ്യുന്ന പരിപാടികളിൽ നമുക്ക് വിജയകരമായ നേട്ടങ്ങളും അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകും. ഈ മേടമാസത്തിൽ നമുക്ക് മുഹൂർത്തം എന്ന് പറയുന്നത് വാസ്തു മുഹൂർത്തം ഇപ്പം അടുത്ത് വന്നിരിക്കുകയാണ്. ആ വാസ്തു മുഹൂർത്തം എന്ന് പറയുന്നത് നമുക്ക് ഈ മേടമാസത്തിലെ 10-ാം തീയതി മേടം 10-ന് 9 മണി 7 മുതൽ 9:47 വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഐശ്വര്യ അഭിവൃദ്ധികൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജുകൾ അയയ്ക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.